Hi everyone, this is Jebin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് സംസാരിക്കാൻ പോകുന്നത് പുതിയ എക്സൈറ്റിംഗ് ആയ ന്യൂസുകളും അതോടൊപ്പം ഈ ഒരു കഴിഞ്ഞ വീക്കിൽ നടന്ന ആപ്പിളിൻ്റെ കാര്യങ്ങളാണ്. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളുമാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ, പക്ഷേ നമുക്ക് അതൊരു വലിയ കാര്യം തന്നെയാണ്. സോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ ലീക്സും റൂമേഴ്സും നമ്മുടെ ചാനലിൽ നിങ്ങൾക്കറിയാൻ പറ്റും. സോ ദിസ് ഇസ് ജെബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം അപ്ഡേഷൻ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. iOS 27 നെട്ടിയില്ലേ? ഞാൻ നെട്ടി. iOS 27 ഏറ്റവും കൂടുതൽ ആപ്പിൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആപ്പിൾ ഇൻ്റലിജൻസും അതോടൊപ്പം സെക്യൂരിറ്റി അപ്ഡേറ്റും പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റും ഈ പറയുന്ന ഡിവൈസിൻ്റെ ഒപ്റ്റിമൈസേഷനും ആയിരിക്കുന്നതാണ് പറഞ്ഞു കേട്ട റിപ്പോർട്ട്. എന്തുകൊണ്ടെന്നാൽ iOS 26 കുറേയധികം ബഗ്ഗുകളും അതോടൊപ്പം തന്നെ ഡിസ്പ്ലേ ഇഷ്യൂസും ഹാങ്ങും ആവുന്ന ഒരു പ്രശ്നം ആപ്പിളിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഇഷ്യൂ ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിൽ കുറയ്ക്കാനും മാക്സിമം നല്ല രീതിക്കുള്ള ഒരു മെച്ചപ്പെട്ട സോഫ്റ്റ്വെയർ ആയിരിക്കും ആപ്പിൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത കൊല്ലെങ്കിലും ചിലപ്പോൾ ടിം കുക്ക് മാറും എന്ന് തോന്നുന്നുണ്ട്. അപ്പോഴാണ് പുതിയ റിപ്പോർട്ട് ഇട്ടത് ടിം കുക്ക് അടുത്ത കൊല്ലവും ആപ്പിളിൻ്റെ CEO ആയിട്ട് തന്നെ തുടരും എന്നാണ് റിപ്പോർട്ട് ഇട്ടിരുന്നത്. അടുത്ത കൊല്ലവും മാറില്ല. ഇനി മാറിയാലും ഏറ്റവും വലിയൊരു ബോർഡ് ഓഫ് മെമ്പറിൽ തന്നെ ആപ്പിളിൻ്റെ ടിം കുക്ക് അവിടെ തന്നെ നിലനിൽക്കും. കാരണം ഒരു ഗൈഡൻസിനാവാം, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ സ്ഥാനം പുള്ളിക്കാരന് പോയിട്ടുണ്ടാവില്ലായിരിക്കും. എപ്പോഴും മെൻറ്റർ എന്ന രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ടാവാം. സോ ടിം കുക്ക് അടുത്ത കൊല്ലം ഇറങ്ങൂലേ എന്ന് ചോദിച്ചാലും ഇപ്പോൾ ആസ് ഓഫ് നൗ റൂമർ മാത്രമേ ഉള്ളൂ. വേറെ ഒരു കൺഫേംഡ് ലീക്സും കൺഫേംഡ് ആയിട്ടുള്ള ഒരു ന്യൂസും ഇപ്പോൾ ഒരു ചാനലിൽ നിന്നോ ഒരു പേപ്പേഴ്സിൽ നിന്നോ നമുക്ക് കിട്ടിയിട്ടില്ല. അടുത്തൊരു ന്യൂസ്, iPhone 17. ഞാൻ iPhone 17 എടുത്തപ്പോൾ തന്നെ, അതിൽ iPhone 17 അല്ല, ആപ്പിളിൻ്റെ സെപ്റ്റംബർ ഇവൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാണ് ഏറ്റവും ബെസ്റ്റ് ഫോൺ iPhone 17 ആണ്. 17 പ്രോനെക്കാട്ടും. പ്രോയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട് എക്സെപ്റ്റ് 1-2 ഫീച്ചേഴ്സ്. ഒന്ന്, ഇതിൽ ലൈഡാർ സെൻസർ ഇല്ല. 2, ഈ പറഞ്ഞ ഡിവൈസിൽ വേപ്പർ കൂളിംഗ് ചേമ്പർ ഇല്ല. വേപ്പർ കൂളിംഗ് ചേമ്പർ ഇല്ലാത്തത് ഒരു വല്ലാത്ത കഷ്ടം തന്നെയാണ്. കാരണം ഗെയിം കളിക്കുമ്പോൾ ഡിവൈസ് ചൂടാവുന്നുണ്ട്. എസ്പെഷ്യലി ചില സോഫ്റ്റ്വെയർസിൽ ഡിവൈസ് ഇങ്ങനെ വാണം കിട്ട പോലെയാണ് ചൂടാവുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം വേപ്പർ കൂളിംഗ് ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ ഘടകം തന്നെയാണ്. ചിലപ്പോൾ 18 വേപ്പർ കൂളിംഗ് ചിലപ്പോൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു പ്രോ ഫീച്ചറായിട്ട് അവർ വെക്കാം. മൂന്നാമത്തെ പ്രശ്നം, നമുക്ക് ടെലിഫോട്ടോ ലെൻസ് ഇല്ല. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ പ്രശ്നമല്ല. അത് നിങ്ങളൊരു ഗെയിമർ അല്ല, ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ 17 ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഞാൻ ഈ 17 തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ എൻ്റെ യൂട്യൂബിൽ പോകുന്ന വീഡിയോസും ബാക്കിയെല്ലാം ചെയ്യുന്നത് എൻ്റെ ഡെയിലി ഡ്രൈവറും 17 തന്നെ. എന്തുകൊണ്ടത് പറഞ്ഞത്? ആപ്പിൾ 14 കൊല്ലത്തിന് ശേഷം, എത്ര 1-2 അല്ല, 14 കൊല്ലത്തിന് ശേഷമാണ് സാംസങ്ങിന് ഡിവൈസുകളുടെ റേസിൽ ഒന്ന് കടത്തി വെട്ടിയത്. എല്ലാ കൊല്ലവും സാംസങ്ങിൻ്റെ ഡിവൈസ്, പക്ഷെ വേറൊരു കാര്യമുണ്ട്, സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് മാത്രമല്ല, സാംസങ് ഒരു കൊല്ലം ലോഡ് കണക്കിന് ഫോളോ ഇറക്കുന്നുണ്ട്. ഒരു 450 മില്യൺ യൂണിറ്റ്സ് വരെ ഇറക്കും. അത് ഫ്ലാഗ്ഷിപ്സാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. എന്നാലും വേറെ കുറേ ഉണ്ടല്ലോ, A സീരീസ്, J സീരീസ്, അങ്ങനെ കുറേ ഉണ്ട്. അതിൽ S സീരീസാണ് ഏറ്റവും ടോപ്പിൽ പോകുന്നത്. ആ ഫ്ലാഗ്ഷിപ്പും ബാക്കി എല്ലാം ഒരു 450 മില്യൺ ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് iPhone 17 എന്ന സീരീസ് 453 മില്യൺ യൂണിറ്റ്സ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 17 സീരീസിൻ്റെ ആ ഒരു മാർക്കറ്റ് വാല്യൂ, 17 സീരീസിൻ്റെ പൊട്ടൻഷ്യൽ എന്നാണ്. സോ 17 ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. 17ഉം എയറിൻ്റെയും എല്ലാത്തിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഒരു iPhone 17 യൂസർ ആണെങ്കിൽ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യം, ഇപ്പോൾ iPhone 17 സീരീസ് കഴിഞ്ഞപ്പോൾ 17 സീരീസിൻ്റെ ഒരു തലതൊട്ടപ്പനായിട്ട് iPhone 18 സീരീസ് വരും. 18 സീരീസിലെ ഏറ്റവും ടോപ്പ് അല്ലെങ്കിൽ ലക്ഷറി മോഡലിൽ വരാൻ പോകുന്നത് 17 അല്ലെങ്കിൽ 18 ഫോൾഡ് ആയിരിക്കും. 17 അല്ല, 18 ഫോൾഡ് അല്ലെങ്കിൽ iPhone ഫോൾഡ് ആയിരിക്കും. iPhone ഫോൾഡിൻ്റെ പ്രൈസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്. $2,500 അതിൻ്റെ പ്രൈസ് വരാൻ പോകുന്നത്. അതായത് ഏകദേശം ഇന്ത്യൻ റുപ്പീസ് ഒരു 2-2.5 ലക്ഷം രൂപയുടെ അടുത്ത് വരെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. $2,500 ആണെങ്കിൽ
US പ്രൈസ് ആയിരിക്കില്ല ഇന്ത്യയിൽ. ഇവിടെ ഒരു 2.25 വരെ ചിലപ്പോൾ പോകും. കാരണം ഇന്ത്യ നല്ല ടാക്സ് ഇങ്ങനെ കയറി പോകണല്ലേ, അതുകൊണ്ട് റേറ്റ് പിന്നെയും കയറും. പക്ഷെ ഇതൊന്നും അല്ല. ഒരു വിഷൻ പ്രോൻ്റെ പ്രൈസ് എത്രയാണ്, ഒരു ഐഫോൺ ഫോൾഡിൻ്റെ പ്രൈസ് എത്രയാണ്? ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്തു, എന്താണ് അപ്പം പ്രൈസിൻ്റെ ഹൈക്ക് വരാൻ പോകുന്നത് ഫോൾഡിൻ്റെ ആ ഒരു ലക്ഷറി മോഡലുള്ളതുകൊണ്ടാണ്. ഞാൻ വിഷൻ പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുന്നതാണെന്ന് അറിയോ? വിഷൻ പ്രോ എടുക്കാൻ ആസ്തിയുള്ളവൻ ഐഫോൺ ഫോൾഡ് എടുക്കും, അല്ലെങ്കിൽ EMI ഒന്നും പോയി എടുക്കില്ല കേട്ടോ, വേറെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. പക്ഷേ കാശുള്ളവൻ എടുക്കും, കാരണം അതൊരു ലക്ഷറി. ഇത്രയും നാൾ നമുക്കൊരു പ്രോ സീരീസ്, ഒരു എന്താ പറയുക, അഡ്വാൻസ് ലെവൽ ഫോൺ ആണെങ്കിൽ ഇത് അഡ്വാൻസ് ലെവൽ ഫോണിനെക്കാട്ടും കൂടുതൽ ഒരു ലക്ഷറി കാണിക്കാൻ വേണ്ടിയുള്ള പണ്ടത്തെ ഒരു ഐഫോൺ ഇല്ല, അതായത് പദവിയും പ്രതാപവും കാണിക്കാനായിട്ടായിരുന്നു പണ്ട് ഐഫോൺ എടുത്തോണ്ടെന്ന് വെച്ചാൽ, പോഷ് കാണിക്കാൻ വേണ്ടി. എൻ്റെ അടുത്ത് ഐഫോൺ ഉണ്ട്. ബ്ലാക്ക്ബെറിയൊക്കെ ആയിട്ട് തല്ലും, അല്ലെങ്കിൽ ബ്ലാക്ക്ബെറിക്ക് ഉണ്ടായ സമയത്ത് ഉണ്ടായ ഒരു യുദ്ധമാണ് ഐഫോണും ബ്ലാക്ക്ബെറി, സോണി, നമ്മുടെ നോക്കിയ, സോണിയും നോക്കിയും കൂടെ ഒന്നായിപ്പോയി, നോക്കിയയും അവരൊക്കെ ഉണ്ടായ സമയത്ത് ഐഫോൺ എന്ന് പറയുമ്പോൾ ഒരു ലക്ഷറി ബ്രാൻഡായിരുന്നു. ഇപ്പോൾ ലക്ഷറി അല്ല. ഞാൻ നോക്കുമ്പോൾ കോഴിക്കടയിലുള്ള ചേട്ടൻ്റെ കയ്യിൽ ഒരു ഐഫോൺ 13 Pro Max. അപ്പോൾ ഇപ്പോൾ ലക്ഷറി എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നമുക്ക് ഐഫോൺ വെക്കാൻ പറ്റില്ല. അവരെടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടല്ല, എന്നാലും ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഐഫോൺ ഉണ്ട്, മനസ്സിലായി? അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഐഫോൺ വരുമ്പോൾ അതൊരു ലക്ഷറി ആവും. അതെടുക്കുന്ന ആൾക്കാർക്ക് അത്രയും വെൽത്ത് ഉണ്ട് എന്ന് കാണിക്കാനുള്ളൊരു കാറ്റഗറിയിലേക്ക് ഐഫോൺ മാറും പഴയ പോലെ തന്നെ. സോ ഐഫോൺ ലക്ഷറി മോഡലിലേക്ക് വരുന്ന ഐഫോൺ ഫോൾഡ് 2026 വരും എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഈ ആപ്പിളിന് എവിടെ പോയാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഇന്ത്യയിലെ നമ്മുടെ ഡൽഹി ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഡൽഹി ഹൈക്കോടതിയിലേക്ക് ആപ്പിൾ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്തിനെതിരെ? ഒരു ആപ്പിളിനെതിരെ ചെറിയൊരു സ്യൂ ചെയ്തപ്പോൾ ആപ്പിൾ അതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. ആൻറ്റി ട്രസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട്. ആൻറ്റി ട്രസ്റ്റ് പനി കഴിഞ്ഞിട്ടുണ്ടാണെന്ന് അറിയാൻ പാടില്ല, ആകെ നാക്കൊക്കെ കുഴഞ്ഞിരിക്കുന്നതാണ് അവിയൽ കണക്കിന്. ഈ ആൻറ്റി ട്രസ്റ്റിന് 38 ബില്യൻ്റെ ഒരു ഫൈൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ ഈ ഗ്ലോബൽ സെയിൽസ് വെച്ചിട്ട് ഒരു ഫൈൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം വന്നേക്കുന്നത്. അപ്പോൾ കുറച്ചധികം ഫൈനൊക്കെ ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് വഴിയും അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെയും ആപ്പിളിനും ഇന്ത്യക്കും എല്ലാത്തിനെതിരെ ആപ്പിളിന് ഇപ്പോൾ പണി കിട്ടിയിട്ടുണ്ട്. 38 ബില്യനാണ് വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ആ ഒരു സ്യൂവിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. 38 ബില്യനാണ്, 38 മില്യൺ അല്ല, ബില്യനാണ്. മില്യനെ പൊക്കത്തല്ലേ ബില്യൻ? അതെ. ചില സമയം എനിക്ക് തോന്നുന്നു പനി അടിച്ചിട്ടുണ്ടാണെന്ന് തോന്നുന്നു, ഒരു വെളിവും കിട്ടില്ല, മൊത്തം ഉൾട്ടാണിപ്പോൾ. എൻ്റെ അമ്മയെ പനി പിടിച്ചാകെ ഡൗണായിരുന്നു ഞാൻ 2 ദിവസം. ഡൗൺ എന്ന് പറഞ്ഞാൽ ഷട്ട് ഡൗൺ ആയിരുന്നു. കിടപ്പായിരുന്നു 2 ദിവസം. അടുത്തതാണ് ആപ്പിൾ ഹോം പാഡ് എന്ന് പറയുന്നത്. 2026 ഒരു മാർച്ച് അല്ലെങ്കിൽ ജൂലൈയിൽ വരാൻ പോകുന്നൊരു പുതിയ പ്രൊഡക്റ്റ് ലൈനപ്പാണ് ആപ്പിൾ ഹോം പാഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോം പോഡ് നമുക്കുണ്ട്. ഇത് ഹോം പോഡ് മിനിയാണ്. ഹോം പോഡ് മിനി 2nd ജനറേഷൻ വരും എന്ന് പറഞ്ഞു. ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല, ഒന്നും വന്നില്ല. പക്ഷേ ഹോം പാഡ് മിനി എന്നല്ലെങ്കിൽ ഹോം പാഡ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഒറിജിനൽ ഹോം പോഡില്ലേ, വലിയൊരു ഹോം പോഡ്. ആ ഹോം പോഡിൻ്റെ പൊക്കത്ത് ഒരു 11 ഇഞ്ചിൻ്റെ ഒരു ഐപാഡ് വെക്കും. ഐപാഡ് അല്ലെങ്കിൽ സ്ക്രീൻ വെക്കും. അതിൽ ഹോം കൺട്രോൾസ്, അതായത് സ്മാർട്ട് ലൈറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഡോർ ബെല്ല്. പുറത്തുള്ള ആൾക്കാർക്ക് ഫുള്ള് വീടൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോമേഷനും സ്മാർട്ട് ഓട്ടോമേഷനൊക്കെയാണ്. സോ അതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവരുന്ന ഒരു ഹോം കിറ്റ് സെക്യൂരിറ്റി ആയിട്ടാണ് ഹോം പാഡ് വരാൻ പോകുന്നത്. 2026 അതിനൊരു സ്പെഷ്യൽ OS വരും, ഹോം OS എന്നായിരിക്കും അതിൻ്റെ പേര് വരാൻ പോകുന്നതെന്നും റിപ്പോർട്ടുണ്ട്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് 2025 ആപ്പിൾ പ്രോഡക്റ്റ് ഓഫ് ദ ഇയറിൻ്റെ ഒരു പോളിംഗ് നമ്മൾ ചെയ്തായിരുന്നു. അത് നിങ്ങളുടെ റിസൾട്ട് അനുസരിച്ച് ഇപ്പോൾ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയിലും കുറച്ചധികം വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളും ആപ്പിൾ പ്രോഡക്റ്റ് ഓഫ് ദ ഇയറിൽ വോട്ടിംഗ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വോട്ടിംഗ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ട്വിറ്ററിൽ കൂടെയും അതോടൊപ്പം ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് പോൾ ചെയ്യാം. യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഞാൻ ഈ പോളിംഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് തൊട്ടത് അത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ടായിരിക്കും ഞാൻ ആപ്പിൾ പ്രോഡക്റ്റ് ഓഫ് ദ ഇയർ സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ
ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റുകയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സ് അറിയാൻ പറ്റും. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കത് വലിയ കാര്യം തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Yevin Xavier signing from Evica.